നാച്ചുറൽ ഡെസ്റ്റിനേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിലാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്നത് ഓസ്ട്രിയ ബോർഡറാണ്. ഈ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ എൻഡലോക്ലാം എന്നൊരു ഗോർജിലേക്കാണ് എത്താൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ എൻട്രൻസിലേക്കൊന്ന് പോകാം. ഈ ഒരു സ്ഥലം കുട്ടിക്കാലത്തെ നോട്ട്ബുക്കിൻ്റെ കവർ പേജിലെ പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്കോ? മ്യൂണിക്കിൽ നിന്ന് എൻഡലോക്ലാമിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെയും ബസ്സിൻ്റെയും ടൈം കൃത്യമായി നോക്കണം, അല്ലെങ്കിൽ പോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മ്യൂണിക്കിൽ നിന്ന് സാൾസ്ബർഗ് ഡയറക്ഷനിലുള്ള ട്രെയിൻ കയറിയാൽ ഉബർസയിൽ ഇറങ്ങും. അവിടുന്ന് കോബ്ലൻസ്റ്റൈനിലേക്കുള്ള യാത്ര നല്ല വൈബാണ്. ഈ യാത്രയ്ക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് യൂസ് ചെയ്താൽ മതി. പർവ്വതനിരകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികളിൽ പാറിപ്പറന്ന് നടക്കുന്ന മേഘങ്ങളെ കാണാം. കോടയാണെന്ന് തോന്നുന്നു. ട്രെയിൻ യാത്ര പോലെയല്ല ബസ് യാത്ര. ഹൈ റേഞ്ചിൻ്റെ പൾസ് അറിഞ്ഞു പോകുന്ന യാത്ര പോലെയാണ് എനിക്ക് തോന്നിയത്. DP തന്ന പണിയും വഴിനീള പോസ്റ്റും കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ എൻഡലോക്ലാമിലെത്തി. കളകളാരവത്തോടെ മരതക പച്ച നിറത്തിൽ ഗോർജിലൂടെ ഒഴുകുന്ന ഈ വെള്ളം പാറക്കെട്ടുകളോട് കിന്നാരം പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻഡലോക്ലാമിൻ്റെ താഴെയാണ്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ല തെളിഞ്ഞ വെള്ളവും അതിൻ്റെ സൈഡിൽ നമുക്കൊരു ചെറിയ ഫോറസ്റ്റ് പോലെ കാണാം. ഇതിൻ്റെ രണ്ട് സൈഡിൽ ഓരോ ബ്രിഡ്ജ് ഉണ്ട്. ഇത് ആ കാണുന്ന സൈഡിലാണ് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്? നമുക്കിനി ഇതിലൂടെ കയറി ആ ബ്രിഡ്ജ് വഴി ആ മലയുടെ മുകളിലൂടെ ട്രെക്ക് ചെയ്ത് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ചെറിയൊരു ബീച്ചും ഉണ്ട്. അപ്പോൾ ഈ ബീച്ചൊക്കെ കണ്ട് നമുക്ക് വേഗം മുകളിലേക്ക് പോകാം. പോരെ പോരെ. അപ്പം നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. പാലത്തിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്പോൾ നമ്മളുള്ളത് ആദ്യത്തെ തൂക്കുപാലത്തിലാണ്. ഇത് അത്ര ഹൈറ്റിലൊന്നും അല്ല, പക്ഷെ അത്യാവശ്യം നല്ല നീളമുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുന്നിൽ കാണുന്ന പ്രകൃതിരമണീയമായ മലഞ്ചെരുവിലൂടെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്ന അടുത്ത തൂക്കുപാലത്തിലെത്തും. ആ തൂക്കുപാലം ഇതിലും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു കോൺക്രീറ്റ് സ്റ്റെപ്പ് ഒന്നുമില്ല. നാച്ചുറൽ ടെറൈനിൻ്റെ മുകളിൽ വുഡും കല്ലൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ പാത്താണുള്ളത്. പക്ഷെ ഇത് കുറച്ച് സ്ലിപ്പറിയാണ്. നമ്മൾ സൂക്ഷിച്ച് വേണം മുകളിലോട്ട് പോകാൻ. നമ്മൾ ഈ കുന്ന് കയറി വന്നപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഹാങ്ങിങ് ബ്രിഡ്ജും ഒന്ന് ഒരു വ്യൂ പോയിന്റുമാണ്. അപ്പം നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോയാലോ? അങ്ങനെ നടന്ന് നമ്മൾ ഫൈനൽ സ്റ്റെപ്സിലെത്തി. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മൾ ആദ്യം കണ്ട ഹാങ്ങിങ് ബ്രിഡ്ജിനേക്കാളും ഭയങ്കര ഹൈറ്റിലാണ്. അവിടെ നമുക്ക് ഇവിടുന്ന് വേറൊരു നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും കേട്ടോ.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഏകദേശം അവസാനിച്ചു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.